കണ്ണൂർ വളപട്ടണത്ത് വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് 1 കോടി രൂപയും 300 പവനും കവർന്ന സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കവർച്ച നടന്നതിന് തൊട്ടടുത്ത ദിവസവും മോഷ്ടാവ് ഈ വീട്ടിൽ കയറി. ഇത് സാധൂകരിക്കുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അന്നും വീട്ടിൽ ആളില്ലെന്ന് കൃത്യമായി അറിയുന്ന ആളുകളാണ് ഇതിന് പിന്നിലെന്ന നിഗമനത്തിലാണ് പോലീസ്. തമിഴ്നാടും കർണാടകയും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അതിവിദഗ്ധമായി അലമാരയോ ജനലോ ലോക്കറോ തകർക്കാതെയായിരുന്നു പ്രതികൾ മോഷണം നടത്തിയത്. അരി മൊത്ത വ്യാപാര സ്ഥാപനമായ അഷ്റഫ് ട്രേഡേഴ്സിന്റെ ഉടമ KP അഷ്റഫിന്റെ വളപട്ടണം മന്ന KCB ഓഫീസിന് സമീപം കോറൽ വീട്ടിലായിരുന്നു കവർച്ച നടന്നത്. 300 പവനിലധികം വരുന്ന സ്വർണ്ണ വജ്രാഭരണങ്ങളും 1 കോടി രൂപയുമാണ് കൊണ്ടുപോയത്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ അഷ്റഫും കുടുംബവും വീട് പൂട്ടി മധുരയിലുള്ള സുഹൃത്തിന്റെ വീട്ടിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയായിരുന്നു. ഇതു മനസ്സിലാക്കിയാണ് മോഷ്ടാക്കൾ എത്തിയത്. മോഷണം നടത്തുന്നതിന് മുൻപ് 2 തവണ മോഷ്ടാവ് വീട്ടിലെത്തിയിട്ടുണ്ടെന്നാണ് സൂചന. ബുധനാഴ്ച പുലർച്ചെ 3-നായിരുന്നു വീട്ടിൽ ആദ്യം മോഷ്ടാവ് കയറിപ്പറ്റിയത്. അന്ന് ഓണാക്കിയ ലൈറ്റ് ഓഫ് ചെയ്യാതെയാണ് മോഷ്ടാവ് ഇറങ്ങിയത്. തൊട്ടടുത്ത ദിവസം രാത്രി വീട്ടിൽ നിന്ന് ഒരു കെട്ടുമായി പ്രതി പുറത്തിറങ്ങുന്ന ദൃശ്യവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നാണ് മോഷ്ടാവ് വീട്ടിൽ 2 പ്രാവശ്യം എത്തിയതായി പോലീസ് സ്ഥിരീകരിച്ചത്. രണ്ടാമത്തെ പ്രാവശ്യം ഇറങ്ങുമ്പോൾ ലൈറ്റ് ഓഫാക്കിയിരുന്നു. 2 തവണയും വീടിനുള്ളിൽ കയറിയാൾ മുഖംമൂടി ധരിച്ചിരുന്നുവെന്നും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. ലഭിച്ചിരിക്കുന്ന CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വീടിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരുടെ സഹായം കവർച്ചക്കാർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന അനുമാനത്തിലാണ് പോലീസ് ഉള്ളത്. ഒരാളെ അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. എന്നാൽ ഇയാൾ കസ്റ്റഡിയിലുണ്ടോ എന്ന് പോലീസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അഷ്റഫിന്റെ ജീവനക്കാരായ ബീഹാർ സ്വദേശികളെ അടക്കം 8ഓളം പേരുടെ മൊഴി ഇന്നലെ പോലീസ് എടുത്തിരുന്നു. എല്ലാ ജീവനക്കാരുടെയും തിരിച്ചറിയൽ കാർഡ് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം വാങ്ങിവെച്ചിരുന്നു. പോലീസിനൊപ്പം ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ സംഭവസ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. അടുക്കള ഭാഗത്തെ ജനലിന്റെ ഗ്രില്ല് മുറിച്ചു മാറ്റിയാണ് മോഷ്ടാക്കൾ അകത്തു കയറിയത്. മുഖംമൂടി ധരിച്ചെത്തിയ പ്രൊഫഷണൽ സംഘമാണ് മോഷണം നടത്തിയത്. പ്രതികൾക്ക് പ്രാദേശിക സഹായം ലഭിച്ചതായാണ് പോലീസ് സംശയിക്കുന്നത്. ലോക്കർ ഇരിക്കുന്ന സ്ഥലവും താക്കോൽ എവിടെയെന്നും കൃത്യമായി മനസ്സിലാക്കിയാണ് മോഷണം നടത്തിയിരിക്കുന്നതെന്ന് വീട്ടുടമ അഷ്റഫിന്റെ ഭാര്യ സഹോദരൻ ജാബിർ പോലീസിന് മൊഴി നൽകിയതും ഇക്കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചാണ്. ലോക്കറും താക്കോലും വേറെ വേറെ മുറിയിലായിരുന്നുവെന്നും ജാബിർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്വർണവും പണവും സൂക്ഷിച്ചിരുന്ന അലമാര പൂട്ടി അതിന്റെ താക്കോൽ മറ്റൊരു ബെഡ്റൂമിലെ അലമാരയിലാണ് സൂക്ഷിച്ചിരുന്നത്. ഈ അലമാരയുടെ താക്കോൽ മറ്റൊരു മുറിയിലുമായിരുന്നു. എന്നാൽ ഈ മുറികളിൽ നിന്ന് മറ്റൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇതിൽ നിന്ന് ലോക്കർ മാത്രം ലക്ഷ്യമിട്ടാണ് മോഷ്ടാക്കൾ വന്നതെന്നാണ് കരുതുന്നതെന്നും എന്നാൽ മോഷണം നടത്തിയത് അറിയുന്ന ആളുകളാണോ എന്ന് പറയാൻ കഴിയില്ലെന്നും ജാബിർ പറഞ്ഞു. യാത്രയ്ക്ക് മുൻപ് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരുന്നില്ലെന്ന് അഷ്റഫ് പറഞ്ഞിരുന്നു. വീട്ടിൽ തന്നെ ലോക്കർ ഉണ്ടായിരുന്നതുകൊണ്ടാണ് പണവും സ്വർണവും വീട്ടിൽ തന്നെ സൂക്ഷിച്ചത്. 30 വർഷത്തോളമായി ഇവിടെ താമസിക്കുന്നു. ആദ്യമായിട്ടാണ് ഇത്തരമൊരു അനുഭവമെന്നും അഷ്റഫ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.